നമസ്കാരം. ആധുനിക കാലത്തെയാണോ അതോ ഈ സത്യാനന്തര കാലത്തെയാണോ എന്നെനിക്കറിയില്ല. എന്തായാലും 2026 കേരളത്തിന് 3 പുതിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെ കൂടി കിട്ടിയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ ഇവരുടെയൊക്കെ ഗണത്തിലേക്ക് കേരളത്തിൽ നിന്നും 3 പേര്. ആരൊക്കെയാണെന്നറിയാവോ? സഖാവ് ഗോവിന്ദൻ, സഖാവ് വി ശിവൻകുട്ടി, സഖാവ് എ റഹീം. ഇവരാണ് ആ 3 പേര്. ഈ 3 സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന പുലിവാല് ഈ അടുത്ത കാലത്തൊന്നും ആരും പിടിച്ചിട്ടുണ്ടാകില്ല. ഞാൻ പറഞ്ഞു വന്നത് കുംഭമേളയിലെ വൈറൽ താരം മോണോലിസയുടെ വിവാഹത്തെക്കുറിച്ചാണ്. ഇതാണ് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ആ വിവാഹം അന്ന് തന്നെ വലിയ വാർത്തയാക്കുകയും ചെയ്തു. ആര്? ഇവർ. ഈ ഒരു വീഡിയോ കാണും. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഗോവിന്ദൻ സഖാവിൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തോ മഹത്തായ ഒരു കാര്യം ചെയ്ത എന്ന മട്ടിലുള്ള സഖാവിൻ്റെ ആ നിൽപ്പും സംസാരവും ഭാവവും ഒക്കെ കണ്ടില്ലേ? ലോകം പിടിച്ചടക്കിയ ഒരു വിജയീ ഭാവം സഖാവിൻ്റെ മുഖത്തുണ്ട്. മിഥുനം എന്ന സിനിമയിൽ നെടുമുടി വേണുവിൻ്റെ ഒരു സ്വാമി ഉണ്ടല്ലോ, അദ്ദേഹം ഈ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഇന്നസെൻ്റ് നിൽക്കുന്ന ഒരു നിൽപ്പില്ലേ, അതാണ് എനിക്ക് സഖാവിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. കുറ്റം പറയരുതല്ലോ, കൂടെ മന്ത്രി അപ്പൂപ്പനും പാർലമെൻറ്റിലെ ഇംഗ്ലീഷിൽ ഗർജിക്കുന്ന സിംഹം എ റഹീമും കൂടിയുണ്ട്. ഇനി വീഡിയോ ഒന്ന് കാണും. മാഷെ, ഇൻഡോറിലുള്ള ഒരു പെൺകുട്ടി, മഹാരാഷ്ട്രയിലുള്ള ഒരു പുരുഷൻ, അവർ വിവാഹത്തിന് വേണ്ടി കേരളത്തിൽ തിരഞ്ഞെടുക്കുന്നു. രണ്ട് ഇതര മതസ്ഥരാണ് രണ്ടുപേരും. എന്താണ് ഈ സന്ദേശം? മതം രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിൽ അവർ വിവാഹിതരാകുന്നു എന്ന് കണ്ടാൽ മതി. രണ്ട് സ്വതന്ത്ര വ്യക്തികൾ എന്ന രീതിയിൽ അവർ വിവാഹിതരാകുന്നു. മഹാരാഷ്ട്രയിലുള്ള ചെറുപ്പക്കാരനും മധ്യപ്രദേശിലുള്ള യുവതിയും അവർ രണ്ടുപേരും വിവാഹിതരാകാൻ തീരുമാനിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സ്ഥിരമേതാണ് എന്നത് സംബന്ധിച്ച് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കേരളമാണ്. അങ്ങനെ അവർ കേരളത്തിൽ വന്നു. കേരളത്തിലെത്തിയപ്പോൾ അവരുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അവരിവിടെ വന്നിട്ടാണ്, അതായത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു ക്ഷേത്രം, പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രം എന്ന രീതിയിലാണ് ഇവിടെയും അവരെത്തിയിട്ടുള്ളത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണല്ലോ ശ്രീനാരായണ ഗുരുവിന്റെ ആപ്തവാക്യം. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് സർവ്വമത വിഭാഗങ്ങളിലും അങ്ങനെയാണ് ശ്രീനാരായണ ഗുരു വ്യക്തമായിട്ട് സർവമത സമ്മേളനത്തിൽ പറഞ്ഞത്. വിവിധ പേരുകളുണ്ട് മതത്തിൽ, പക്ഷേ എല്ലാ മതത്തിൻ്റെയും സത്ത ഒന്നാണെന്നാണ്. മാനവീയതയാണ്, മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുമ്പോട്ടേക്ക് പോകാൻ ആജ്ഞ നൽകിയ മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിൻ്റെ കാൽപ്പാടുകൾ പിന്തുടർന്ന് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ജീവിതം നയിക്കണമെന്നാണ് മഹാരാഷ്ട്രക്കാരനും. അത് കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ കയറുമായിട്ട് ചാടി വരികയായിരുന്നു ഈ സഖാക്കൾ. ഇതാണ് കേരള സ്റ്റോറി എന്ന് വരുത്തി തീർക്കണം. കൂട്ടത്തിൽ കുറച്ച് മുസ്ലിം വോട്ടും അടിച്ചു മാറ്റണം. അല്ലെങ്കിൽ പിന്നെ മധ്യപ്രദേശുകാരിയായ മോണോലിസ ഭോസ്ലെയുടെ വിവാഹത്തിൽ ഈ സഖാക്കൾക്ക് എന്താണ് കാര്യം? കേരളത്തിൽ തന്നെ ഒരു ദിവസം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം എത്ര കല്യാണങ്ങൾ നടക്കുന്നുണ്ടാവും? അതല്ലെങ്കിൽ മാതാപിതാക്കളെ കൂടാതെ ഒളിച്ചോടിയോ അല്ലാതെയോ ഒക്കെ അമ്പലങ്ങളിൽ വെച്ച് എത്ര കല്യാണങ്ങൾ നടക്കുന്നുണ്ടാവും? കൃത്യമായ കണക്കുകൾ നമുക്ക് ലഭ്യമല്ലെങ്കിലും അവിടെയൊക്കെ ഓടിയെത്തി ഈ സഖാക്കൾ കല്യാണം നടത്താറില്ലല്ലോ. പിന്നെ ഇവിടെ നമ്മുടെ സഖാക്കന്മാർക്ക് എന്താണ് ഒരു കാര്യമുണ്ട് കേട്ടോ. മോണോലിസയെ വിവാഹം കഴിക്കുന്നത് ഒരു ഫർമാൻ ഖാനാണ്. പേര് കേട്ടതോടെ സഖാക്കളുടെ മതേതരത്വം, മതനിരപേക്ഷത ഒക്കെ സടകുടഞ്ഞെഴുന്നേറ്റു. പിന്നെ നേരെ തിരുവനന്തപുരം അരുമാനൂർ നൈന ക്ഷേത്രത്തിലേക്ക് വച്ചുപിടിച്ചു. അങ്ങനെ മോണോലിസയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഗോവിന്ദൻ സഖാവും, അപ്പൂപ്പൻ്റെ സ്ഥാനത്ത് മന്ത്രി അപ്പൂപ്പനും, സഹോദര സ്ഥാനത്ത് സഖാവ് എ റഹീമും കല്യാണം ആഘോഷമായിട്ട് നടത്തിക്കൊടുത്തു. മുഴുവൻ ചാനലിലും വാർത്തകളായി. ഇന്ത്യ മുഴുവൻ സഖാവ് ഗോവിന്ദനും മന്ത്രി അപ്പൂപ്പനും മോണോലിസയെ പോലെ വൈറൽ താരങ്ങളായി. സഖാവ് എ റഹീം നേരത്തെ തന്നെ ഇന്ത്യ മുഴുവനും അറിയപ്പെടുന്ന ഒരു മികച്ച വാഗ്മിയും പാർലമെൻറ്റേറിയനും ആണ് എന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഇതാണ് പുതിയ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്ന ഗോവിന്ദൻ സഖാവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രി അപ്പൂപ്പനും പാർലമെൻറ്റേറിയൻ എ റഹീമും രണ്ടുപേരും
തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്നും നിയമത്തിൽ ബിരുദമെടുത്തവരാണ്. പക്ഷെ രണ്ടുപേരും ഗോവിന്ദൻ സഖാവിനോട് ഇതിലൊരു വലിയ നിയമപ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തില്ല. സഖാവ് റഹീം പോകട്ടെ, മന്ത്രി അപ്പൂപ്പനെങ്കിലും ഈ വിവാഹം തന്നെ സാധുവല്ല എന്ന കാര്യം ഗോവിന്ദൻ സഖാവിന് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഒരു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന വിവാഹം അത് സാധു ആകണമെങ്കിൽ വിവാഹം കഴിക്കുന്ന രണ്ടുപേരും ഹിന്ദുക്കളായിരിക്കണം എന്നാണ് 1955 ഹിന്ദു മാരേജ് ആക്ട് പറയുന്നത്. ഈ ഹിന്ദു എന്ന് പറയുമ്പോൾ അതിൽ സിഖുകാരും ബുദ്ധിസ്റ്റും അതുപോലെ ജൈനന്മാരും കൂടി വരും. ഈ ഒരു സാധാരണ നിയമം പോലും അറിയാത്ത രണ്ട് വക്കീലന്മാർ ചേർന്ന് ഗോവിന്ദൻ സഖാവിനെ കൊണ്ടുപോയി ചാടിച്ചിരിക്കുന്നത് വലിയൊരു കുഴിയിലാണ്. ആ കുഴിയുടെ ആഴം എത്ര വലുതാണ് എന്ന് ഓർത്തു നോക്കുകയും ഇനി അവരെ മധ്യപ്രദേശ് ജയിലിൽ ഉണ്ട തീറ്റിക്കുമോ? തീർന്നില്ല. ഇങ്ങനെ വിവാഹം കഴിക്കുന്ന രണ്ടു പേർക്കും പ്രായപൂർത്തി ആയിരിക്കണം കേട്ടോ. ആൺകുട്ടികൾക്ക് 21 വയസ്സും പെൺകുട്ടിക്ക് 18 വയസ്സും പൂർത്തിയായിരിക്കണം. ഇനി മോണോലിസയുടെ കാര്യത്തിലാണെങ്കിലോ, മോണോലിസയുടെ കല്യാണത്തിൽ നമ്മുടെ പുതിയ കേരള സ്റ്റോറിയുടെ നിർമ്മാതാക്കൾ പിടിച്ച പുലിവാലിൻ്റെ നീളം ഒന്നുകൂടി നിങ്ങൾ അളന്നു നോക്കണം. ഹിന്ദുവായ മോണോലിസയുടെ ഇപ്പോൾ നടന്ന ഫർമാൻ ഖാനുമായുള്ള വിവാഹം എന്തായി? അപ്പോൾ അസാധുവായി. ഏത് കാരണവശാലും ആ കുട്ടിക്ക് ഈ വിവാഹത്തിന് ശേഷം കിട്ടേണ്ട നിയമപരിരക്ഷ കിട്ടുകയില്ല എന്ന് ചുരുക്കം. അപ്പോൾ കേരള സ്റ്റോറി നിർമ്മാതാക്കൾ മോണോലിസയെ കൂടി വലിയൊരു കുഴിയിൽ ചാടിച്ചിരിക്കുകയാണ്. നിയമമറിയാത്ത രണ്ട് നിയമജ്ഞരും ഒരു പാർട്ടിയുടെ സെക്രട്ടറിയും കൂടി പാവം ഒരു കൊച്ചിൻ്റെ ജീവിതം എന്താക്കി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. പക്ഷേ ഇവർ പിടിച്ച ഈ പുലിവാല് ഇത് മാത്രമല്ല കേട്ടോ, ഇതിലും വലിയ ഒരെണ്ണം പിടിച്ചു വച്ചിട്ടുണ്ട്. മോണോലിസയുടെ പിതാവ് പറയുന്നത് അവർക്ക് പ്രായപൂർത്തി ആയില്ല എന്നാണ്. ആ കുട്ടിക്ക് ഇപ്പോൾ പ്രായം 16 വയസ്സ്. 30/12/2009 ആ കുട്ടിയുടെ ജനന തീയതി. കുട്ടിയുടെ പിതാവ് കൊടുത്ത പരാതിയിൽ കേരളത്തിലെ പ്രബുദ്ധനായ താത്വികാചാര്യൻ സഖാവ് ഗോവിന്ദനും മന്ത്രി അപ്പൂപ്പനും എ റഹീമിനും കല്യാണം നടത്തി കൊടുത്ത അമ്പലം ഭാരവാഹികൾക്കെതിരെയും ഫർമാൻ ഖാനെതിരെയും മധ്യപ്രദേശ് പോലീസ് ഒരു പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നും ഏത് സമയവും അവർ കേരളത്തിലേക്ക് എത്തിയേക്കാം. നമ്മുടെ താത്വികാചാര്യനെയും ശിവൻകുട്ടി അപ്പൂപ്പിനെയും ക്യാനിയു റഹീമിനെയും ഒക്കെ പോലീസ് പൊക്കുമോ? അങ്ങനെയാണെങ്കിൽ അധികം കാലം ഇല്ലെങ്കിൽ തന്നെയും ശിവൻകുട്ടി അപ്പൂപ്പൻ രാജിവെക്കേണ്ടി വരില്ലേ? ശിവൻകുട്ടി അപ്പൂപ്പൻ നമ്മുടെ ഒരു മുൻ മന്ത്രി MP ഗംഗാധരനെ ഓർക്കുന്നുണ്ടോ ആവോ? പ്രായപൂർത്തിയാകാത്ത മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ചതിനാണ് ടിയാന് രാജിവെക്കേണ്ടി വന്നത്. ആ ഗതിയാകുമോ അപ്പൂപ്പന് എൻ്റെ മുടിപ്പരാമച്ചി? ആകാൻ സാധ്യതയുണ്ട്. നിയമം ഒന്ന് കടുപ്പിച്ചാൽ പല കേസുകളും ഉണ്ടായേക്കാം. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് പ്രകാരം ഒരു കേസ്, വ്യാജ ആധാർ കാർഡ് ചമക്കൽ കേസ് വേറെ, അതുപോലെ തന്നെ പോക്സോ കേസ് വേറെ. അങ്ങനെ ഇനി എന്തൊക്കെയാണോ വരാൻ പോകുന്നത്. എന്തായാലും ഗൈസ്, പറയാതിരിക്കാൻ പറ്റില്ല, ഞങ്ങൾ പെട്ടു ഗൈസ്. പ്രസവം എടുക്കാൻ പോയ വയറ്റാട്ടി ഇരട്ട പറ്റുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതാണിപ്പോൾ സംഭവിച്ചത്. ലവ് ജിഹാദിനെ പ്രതിരോധിക്കാൻ പോയി ലവ് ജിഹാദിന് കൂട്ടുനിന്ന അവസ്ഥ. ഇനിയാണ് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം. സ്വന്തം മകളായിരുന്നു ഈ മോണോലിസയുടെ സ്ഥാനത്തെങ്കിൽ ഈ പറയുന്ന സഖാക്കൾ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുമായിരുന്നു? അവരുടെ ആരുടെയെങ്കിലും മക്കൾ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് ചെന്നിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചു വെച്ചാൽ എന്തായിരിക്കും അവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ? ജാതി ഏതായാലും മതം ഏതായാലും 18 വയസ്സ് പോലും തികയാത്ത കുട്ടികളെയൊക്കെ കെണിയിൽപ്പെടുത്തി കല്യാണം കഴിക്കുന്ന ഫർമാൻ ഖാനെ പോലെ ഉള്ള സാമൂഹിക ദ്രോഹികളെ, അവർക്ക് കൂട്ടുനിൽക്കുന്ന ഇത്തരം നേതാക്കന്മാരുടെ കാപട്യം നമ്മൾ തിരിച്ചറിയണം. ഇവരുടെയൊക്കെ മക്കളെ നല്ല നിലയിൽ വിദേശത്തൊക്കെ പഠിപ്പിച്ച് ജോലിയൊക്കെ വാങ്ങിക്കൊടുത്ത് സമുദായത്തിൽപ്പെട്ടവരെ കൊണ്ട് കല്യാണവും കഴിപ്പിച്ച് എവിടെയെങ്കിലും നല്ല നിലയിൽ സെറ്റിൽ ആക്കിയതിന് ശേഷം ഇങ്ങനെ നാട് നന്നാക്കാൻ ഇറങ്ങും. ഉദാഹരണങ്ങൾ അനവധിയുണ്ട്, നിരവധിയുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.